പന്തീരാങ്കാവിലെ ഗാർഹിക പീഡനത്തിൽ ക്രൂരമർദ്ദനം ശരിവെച്ച് ഡോക്ടറുടെ മൊഴി. യുവതിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നെന്നും സ്കാനിംഗ് നടത്താൻ നിർദ്ദേശിച്ചുവെന്നും പറവൂരിലെ ഡോക്ടർ മൊഴി നൽകി. വിദേശത്തുള്ള പ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കുന്നത് വൈകുന്നു. പ്രതിക്കായി ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയിട്ടും ഇന്റർപോളിൽ നിന്നും ഇതുവരെ പ്രതികരണം ലഭിച്ചിട്ടില്ല. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് ഈ ഡോക്ടറുടെ മൊഴിയിൽ പറയുന്നത്? അതുപോലെ രാഹുലിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇപ്പോൾ നേരിടുന്ന തടസ്സം എന്തുകൊണ്ടാണ്? വേണു, പന്തീരങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴിയാണ് ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഈ യുവതിയെ ചികിത്സിച്ച പറവൂരിലെ ഡോക്ടറുടെ മൊഴിയാണ് ഇന്നലെ അന്വേഷണ സംഘം പറവൂരിലെത്തി രേഖപ്പെടുത്തിയത്. ഈ ഡോക്ടർ പറയുന്ന മൊഴി അനുസരിച്ച് ഈ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മർദ്ദനമേറ്റതിന്റെ മുറിപ്പാടുകൾ ശരീരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് വിദഗ്ധ ചികിത്സ ആവശ്യം വന്നതിനാൽ സ്കാനിംഗ് ചെയ്യാൻ താൻ നിർദ്ദേശിച്ചിരുന്നു എന്നുമാണ് ഡോക്ടർ പറയുന്നത്. എന്താണെങ്കിലും കേസിൽ നിർണായകമായി തന്നെ ഈ മൊഴി മാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ യുവതിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് രക്തസാമ്പിൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ യുവതിയുടെ രക്തവുമായി നോക്കാൻ വേണ്ടിയിട്ടാണ് രക്തസാമ്പിൾ ശേഖരിക്കുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടില്ല. അടുത്ത ദിവസം തന്നെ യുവതിയോട് കോഴിക്കോട്ടേക്ക് എത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെടും. അതിനുശേഷം കോഴിക്കോട് വെച്ചായിരിക്കും രക്തസാമ്പിൾ ശേഖരിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജർമ്മനിയിലാണ് നിലവിൽ രാഹുൽ പി ഗോപാൽ ഉള്ളത്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം CBI വഴി ഇന്റർപോളിന് ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇതിന് കൃത്യമായ മറുപടി ജർമ്മൻ എംബസി നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നോട്ടീസ് ഇപ്പോഴും ഇന്റർപോളിൽ തന്നെ തുടരുകയാണ്. ജർമ്മൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റർപോളിന് കൈമാറിയാൽ മാത്രമാണ് ആ വിവരങ്ങൾ CBIക്കും തുടർന്ന് അന്വേഷണ സംഘത്തിൽ ലഭിക്കുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഏതാണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. വേണു, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.